അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഒരിക്കൽ മക്കയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി പ്രമുഖരുമായി ഒരു പ്രധാന സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു എന്ന അന്ധനായ ഒരു സ്വഹാബി അവിടെ വരികയുണ്ടായി. ഇസ്ലാം പഠനങ്ങൾ പഠിക്കുവാൻ എന്ന ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖരുമായുള്ള സംഭാഷണത്തിനിടയിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 80-ാം അധ്യായമായ അബസയിലെ ആദ്യത്തെ 10 സൂക്തങ്ങൾ ആ അന്ധനായ സ്വഹാബിയെ പരിഗണിച്ചുകൊണ്ട് ഇറക്കി. വചനങ്ങൾ അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പൂർവാധികം ആദരിച്ചു. അദ്ദേഹത്തെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കാനിടയായ ആൾക്ക് സ്വാഗതം എന്ന് പറയുമായിരുന്നു. നബി മദീന വിട്ട് പോയപ്പോൾ പ്രതിനിധിയായി ആ അന്ധനായ സ്വഹാബിയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. നബിയുടെ ബാങ്ക് വിളിക്കാരിൽ ഒരാളായിരുന്നു ആ അന്ധനായ സ്വഹാബി. സഹോദരെ, ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഭിന്നശേഷിയുള്ള ആളാകട്ടെ അല്ലാത്ത ആളാകട്ടെ എല്ലാവർക്കും സമത്വം, നീതി, ന്യായവും ഉറപ്പുവരുത്തുക എന്നതാണ്. കുറവുള്ളവനെയും കൂടുതലുള്ളവനെയും സ്നേഹത്തിൻ്റെ ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് നമുക്കെല്ലാവരെയും ചേർത്ത് പിടിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.